വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിലുള്ളൊരു ടെമ്പിള്, ബാബ്സ് ഹിന്ദു ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഫാമിലി ഉണ്ട് കൂടെ, അപ്പോൾ എല്ലാവരും കൂടെ വന്നതാണ്. ഇപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ സമയം എന്തായി? 5:30 ആയിട്ടുണ്ട്. വെയിൽ പോയിട്ടില്ല. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. അബുദാബിയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു മന്ദിറാണ് BAPS ഹിന്ദു മന്ദിർ. ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടെമ്പിളിൻ്റെ വെബ്സൈറ്റിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന QR കോഡ് എൻട്രൻസിൽ കാണിച്ച് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിപ്പം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് എൻട്രൻസ് ഏരിയയിലേക്ക് നടക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴും ടെമ്പിളിന്റെ മുകൾ ഭാഗം നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ് ഏരിയ. ഇവിടെയാണ് നമ്മൾ QR കോഡ് കാണിക്കേണ്ടത്. അകത്തേക്ക് കയറുന്നതിന് മുന്നേ ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മുടെ ബാഗൊക്കെ അവരൊന്ന് പരിശോധിക്കും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്ഥലത്ത് വലിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടെമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വിശാലമായ സ്ഥലമാണ്. ഇവിടെ നിന്നും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ താഴെയുള്ള ചുമരിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്ക് കാണാം. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് BAPS ഹിന്ദു മന്ദിർ എന്ന ബോർഡ് കണ്ടത്. കുറെ പേര് അവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്നും ഫോട്ടോ എടുത്തു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 27 ഏക്കർ ഭൂമിയാണ് മന്ദിരത്തിനായി സമ്മാനിച്ചത്. 2019 സെപ്റ്റംബർ മന്ദിരത്തിന് നിയമപരമായ പദവി ലഭിച്ചു. ഡിസംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. മന്ദിരത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഷൂ ഹൗസിലേക്കാണ്. വളരെ വൃത്തിയുള്ളതും ഒരുപാട് ഷെൽഫും ഒക്കെയുള്ള സ്ഥലമാണിത്. അങ്ങനെ ചെരുപ്പുകളെല്ലാം സൂക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ മെയിൻ ഏരിയയിലേക്ക് എത്തി. മന്ദിറിന്റെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭംഗിയുള്ള കാഴ്ചയാണിത്. വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത്. മന്ദിറിന് 108 അടി ഉയരവും 262 അടി നീളവും 150 അടി വീതിയുമുണ്ട്. മന്ദിറിന്റെ നിർമ്മാണത്തിനായി ടൺ കണക്കിന് പിങ്ക് മണൽക്കല്ലുകൾ വടക്കൻ രാജസ്ഥാനിൽ നിന്ന് അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. സൂര്യതാപത്തെ ചെറുക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് പിങ്ക് മണൽക്കല്ല് മന്ദിറിന്റെ പുറംഭാഗം നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റെപ്പിലൂടെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഓരോ പടികൾ കയറി മുകളിലോട്ട് പോകുന്തോറും ഞങ്ങളുടെ കണ്ണുകൾ പോയത് അവിടുത്തെ കൊത്തുപണികളിലേക്കാണ്. മന്ദിർ ഇത്രയും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ടാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയും പെർഫെക്ഷനിലാണ് ഓരോ ശില്പവും കൊത്തുപണികളും ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ കൊത്തുപണികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് പിങ്ക് മണൽക്കല്ലിലാണ്. അധികം വെയിലില്ലാത്ത സമയത്ത് വന്നാൽ ഇവിടെ നിന്നും ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും. ഇവിടെ നിന്നും കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ മന്ദിറിന്റെ അകത്തോട്ട് കയറി. മന്ദിറിനകത്തെ കാഴ്ചകൾ വീഡിയോയിലും ഫോട്ടോയിലും പകർത്താൻ പാടില്ലാന്ന് നിയമമുള്ളതിനാൽ പുറത്തുനിന്നും എടുക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന വൈറ്റ് മാർബിൾ ഉപയോഗിച്ചാണ് മന്ദിറിന്റെ അകത്തുള്ള കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ശ്രീകോവിലിനകത്ത് സ്വാമി നാരായണന്റെയും ഗുണാതീതാനന്ദ സ്വാമിയുടെയും മാർബിളിൽ കൊത്തിയ മൂർത്തികളാണുള്ളത്. രണ്ടാമത്തെ ശ്രീകോവിലിൽ കൃഷ്ണന്റെയും രാധയുടെയും പ്രതിഷ്ഠകളാണ് ഉള്ളത്. മൂന്നാമത്തെ ശ്രീകോവിലിൽ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും പ്രതിഷ്ഠകളാണുള്ളത്. നാലാമത്തെ ശ്രീകോവിലിൽ ശിവനും പാർവതിയും കൂടെ തന്നെ മക്കളായ ഗണപതിയുടെയും മുരുകന്റെയും പ്രതിഷ്ഠകളാണുള്ളത്.
അഞ്ചാമത്തെ ശ്രീകോവിലിൽ വിഷ്ണുവിൻ്റെ അവതാരമായ വെങ്കിടേശ്വരൻ്റെയും ഭാര്യ ലക്ഷ്മി ദേവിയുടെയും കറുത്ത ഗ്രാനൈറ്റിൽ തീർത്ത പ്രതിഷ്ഠകളാണുള്ളത്. ആറാമത്തെ ശ്രീകോവിലിൽ കൃഷ്ണന്റെ രൂപമായ ജഗന്നാഥന്റെ മൂർത്തിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ സുഭദ്ര, ബലഭദ്ര എന്നീ മൂർത്തികളുമാണുള്ളത്. ഏഴാമത്തെ ശ്രീകോവിലിൽ മോഹിനിയുടെയും ശിവന്റെയും പുത്രനായ അയ്യപ്പന്റെ പ്രതിഷ്ഠയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും പുറത്തേക്കിറങ്ങി. ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണാം. രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള കഥകളാണ് ശില്പരൂപങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നത്. കൂടാതെ അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, തദ്ദേശീയ അമേരിക്കൻ, മറ്റ് നാഗരികതകളിൽ നിന്നുള്ള കഥകളും കൊത്തുപണികളിൽ ഉൾക്കൊള്ളുന്നു. മന്ദിറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ നിർമ്മിതി ഒരു ലിഫ്റ്റാണ്. സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ലിഫ്റ്റ് ഉപയോഗിക്കാം. മന്ദിറിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന രണ്ട് കെട്ടിടങ്ങൾക്ക് മുന്നിലും മണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. സന്ധ്യയാകുമ്പോൾ ഇവിടെ പ്രാർത്ഥനയും ആരതി ഒഴിയലുമുണ്ട്. ഞങ്ങൾ അത് നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. स्वामीनारायण भगवान की जय। श्री अक्षर पुरुषोत्तम महाराज। പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്.
സന്ധ്യ കഴിഞ്ഞപ്പോൾ മന്ദിറിൻ്റെ ലൈറ്റുകളെല്ലാം ഓണാക്കി. അപ്പോഴാണ് മന്ദിർ കാണാൻ കൂടുതൽ ഭംഗി തോന്നിയത്. മന്ദിറിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ടും ഉണ്ട്. മന്ദിറിന് മുന്നിൽ താഴെയായി ഇവിടെ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ താഴെ ലോകത്തിലെ പല ഭാഷകളിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നത് കാണാം. കൂട്ടത്തിൽ മലയാളവും ഞങ്ങൾ കണ്ടുപിടിച്ചു. ഐക്യം എന്നാണ് അതിൽ എഴുതിയത്. ഇവിടുന്ന് തിരിച്ചു പോവാറായപ്പോഴാണ് മന്ദിർ കാണാൻ കൂടുതൽ ഭംഗി തോന്നിയത്. മാക്സിമം വീഡിയോസ് ക്യാമറയിൽ പകർത്തി ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.